ശ്രീ എം കെ ഹരിദാസ്, പ്രകൃതിയുടെ, മണ്ണിൻ്റെ, മഴയുടെ, മലയുടെ ശാസ്ത്രമറിയുന്നവർ പിന്നെ എവിടെ പോകാനാണ്? ശാസ്ത്രത്തെ ഭരിക്കുന്ന സർക്കാർ ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. ശാസ്ത്രത്തെ മുൻനിർത്തിയല്ലേ ലോകം ഓരോ സെക്കൻഡ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രത്തെ മുൻനിർത്തിയാണ്. പിന്നെ എന്തിനാണ് അതിനെ സർക്കാർ ഭയപ്പെടുന്നത്? അതൊരു ഉത്തരവിറക്കുകയും അത് പിൻവലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ, അവതരണത്തിൽ പറഞ്ഞതുപോലെ തന്നെ വരുത്തി വെച്ച ദുഷ്പേര് മാറില്ല. അപ്പൊ എന്തോ അവിടെ വന്ന് ശാസ്ത്രജ്ഞന്മാരെ എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ അത് സർക്കാരിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തെറ്റായി കാണുമെന്നുള്ളൊരു ഭയം ഈ സർക്കാരിനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന്റെ ഉദാഹരണമാണ് കോപിഷ്ഠനാണ് നമ്മുടെ മുഖ്യമന്ത്രി. അതായത് കോപിഷ്ഠനായ ശിവനേക്കാൾ അദ്ദേഹം സംഹാര രുദ്രനായിക്കൊണ്ടാണ് പല കാര്യങ്ങളിലും കടക്കുപുറത്ത് എന്ന് പറയുന്ന ഒരു സംസ്കാരം നിലകൊള്ളുന്ന ഒരു മുഖ്യമന്ത്രി. അതായത് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു, അതായത് മുന്നറിയിപ്പുകളെ അവഗണിച്ചതാണ് ഇത്രയും പേരുടെ ജീവൻ എടുക്കാനുണ്ടായ ഒരു ദുരന്തം വരുത്തി വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് അത്ഭുതം തോന്നി. ഈ മനുഷ്യൻ ഇങ്ങനെ ഇത്തരത്തിലും പ്രതികരിക്കാൻ കഴിയുക? ഇത്തരം കുറ്റങ്ങൾ ആരുടെയെങ്കിലും പെരടിക്ക് വെച്ച് കെട്ടിയാൽ തീരുന്ന ഒരു പ്രശ്നമായിട്ട് ഇതിനെ കാണരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതിൽ സംസ്ഥാന സർക്കാരിന്റെ അടുത്ത് തെറ്റില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞത്, അതിനെക്കുറിച്ചിട്ട് ന്യായീകരിക്കുകയല്ല അദ്ദേഹം ചെയ്തത്. അതായത് ഇത്തരം കുറ്റങ്ങൾ മറ്റൊരാളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് സംസാരിക്കേണ്ട സമയമല്ല ഇതാണ്. അപ്പൊ ഇതിന്റെ നമ്മുടെ ഈ ചൂരൽമലയിൽ ഉണ്ടായ ഈ നമ്മൾ പറയില്ലേ വിശദീകരിക്കാനാവാത്ത ലോകത്തിലെ തന്നെ അത്യപൂർവമായ ഇത്തരം ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലെ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് സർക്കാരിലേക്ക് വിരൽ ചൂണ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം കേരള സർക്കാരിന് ഉണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിൽ വികലമായ ഒരു ഉത്തരവിറക്കാൻ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയെ പ്രേരിപ്പിച്ചത് എന്ന് വേണം കരുതാൻ. അല്ലാതെ ഇത്തരത്തിലൊരു ഉത്തരവിറക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ പറയേണ്ടത് എല്ലാ ശാസ്ത്രജ്ഞന്മാരും, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും, ഭൂമിയെ അറിയുന്നവര്, മറ്റുള്ള ദുരന്തങ്ങളെ കുറിച്ച് അറിയുന്നവർ എല്ലാവരും ഇങ്ങോട്ട് വരിക, എല്ലാവരും ഇങ്ങോട്ട് വന്ന് പഠിച്ച് എന്താണ്, എവിടെയാണ്, എന്താണ് അബദ്ധത്തിന് കാരണം, എന്താണ് അപകടത്തിന് കാരണം എന്നുള്ളത് കണ്ടെത്തുക എന്ന് പറയേണ്ട ഒരു അവസരത്തില് അങ്ങേയറ്റം അത് മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് എന്നുള്ളത് ആലോചിക്കണം. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ അതോറിറ്റി മുഖ്യമന്ത്രി അറിയാതെയോ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അറിയാതെയോ അല്ലെങ്കിൽ സർക്കാർ എന്ന് പറയുമ്പോൾ 21 മന്ത്രിമാർ അറിയാതെയോ ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയെങ്കിൽ അത് ഈ സർക്കാരിന്റെ പിടിപ്പുകേടാണ്. അല്ല, അവരെല്ലാം അറിഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു ഉത്തരവിലേക്ക് എത്തിയതെങ്കിൽ അത് നമ്മൾ പറയില്ലേ, കേരളത്തിന്റെ സാംസ്കാരിക അപച്യുതിയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്, കേരളത്തിന്റെ അപകടകരമായ പോക്കിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ട് ഈ അപകടം ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. ഷിരൂരും ചൂരൽമലയും അവിടെ രണ്ട് സ്ഥലത്തും പിറന്ന മുന്നറിയിപ്പ് കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ ഇഞ്ചും ഈ സർക്കാർ മുൻപോട്ട് പോകാൻ. കാരണം മലയോരങ്ങളിൽ താമസിക്കുന്നവരെല്ലാം ഭയവിഹുലരാണ്. ഏത് സമയത്താണ് ഞങ്ങൾ ഉറങ്ങിയാൽ ഞങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു അവസ്ഥയിലാണ് അവർ കിടന്നുറങ്ങുന്നത്. അത്തരത്തിൽ അവർക്ക് ഭയപ്പാടോടെ ചിന്തിക്കേണ്ട ഒരു അവസരം വന്നിട്ടുള്ളത് വോട്ട് രാഷ്ട്രീയത്തിന്റെ മറ്റൊരു വശമാണെന്നത് കൂടി ഇവിടെ പറയാതിരിക്കാൻ വരില്ല. അതിന് വെള്ളവും വളവും നൽകാൻ വേണ്ടിയിട്ട് ചെകുത്താന്റെ മനസ്സും ദൈവദൂതന്റെ കുപ്പായവും അണിഞ്ഞവർ കൈകോർത്തപ്പോൾ ഉണ്ടായ ഒരു ദുരന്തമാണ്. ഈ ദുരന്തം നമ്മൾ ചോദിച്ചു വില ചോദിച്ചു വാങ്ങിയിട്ടുള്ളതാണ്. പലരും പല വിധത്തിലും പല കാലത്ത് നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് നിങ്ങൾ ഇതിപ്പോ 2-4 ദിവസമായിട്ട് നിങ്ങൾ ജനം ടി വി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 10-30 കൊല്ലം മുമ്പ്, എനിക്ക് 64 വയസ്സുണ്ട്, 30 കൊല്ലം മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ഉരുൾപൊട്ടി, അവിടെ ഉരുൾപൊട്ടി, പാലക്കാട് ഉരുൾപൊട്ടി, അട്ടപ്പാടിയിൽ ഉരുൾപൊട്ടി, മൂന്നാറിൽ ഉരുൾപൊട്ടി, കേരളത്തിന്റെ വയനാട് ഉരുൾപൊട്ടി. ഇത്തരത്തിലുള്ള ഒരു ദുരന്തം വരുത്തി വെക്കുമാറ് ജനങ്ങൾ ഉരുൾപൊട്ടൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഉള്ള സ്ഥലങ്ങളിലേക്ക് ഇടിച്ചു കയറിയിട്ടില്ലാത്തൊരു കാലഘട്ടത്തിൽ ഉരുൾപൊട്ടിയപ്പോൾ നമുക്ക് ഇത്ര ഭയപ്പാടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഉരുൾപൊട്ടൽ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തന്റെ ആവാസ വ്യവസ്ഥിതിയെ ഇത്തരം സ്ഥലങ്ങളിൽ കൊണ്ട് തളച്ചിടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അതിന് മുൻകരുതൽ എടുക്കേണ്ടത് സർക്കാരാണ്. അതിന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയെങ്കിൽ ആ മുന്നറിയിപ്പ് എന്തുകൊണ്ട് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കിയില്ല എന്നുള്ളതിന് ഉത്തരം പറയേണ്ടത് കൃത്യമായിട്ട് സർക്കാരാണ്. അതിന്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും. ശരി, നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം.